പാടിയിലാണ് പേടിക്കേണ്ടത്. പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് വലിയ വലിയ ആൾക്കാരൊക്കെ പാടിയിൽ നിന്ന് ചരിത്രമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ മണിയില്ലേ, ഏത് കലാപം മണി പാടിയില താമസിച്ചിരുന്നപ്പം മരിക്കണത്. അത് ആ പാടിയല്ലടാ, അത് ഓന്റെ പിന്നെ ഫ്ലാറ്റിന് പാടിയെന്ന് പേരിട്ടാ. അത് ശരി. ഹലോ, വണ്ടി ഉണ്ട് അവിടെ. ഒരു 10 ചാക്ക് സിമെന്റ്, 7-8 കമ്പി, 15-25 റിങ് 60 അതൊന്ന് വേറെ സൈറ്റിലേക്ക് എത്തിച്ചെടുക്കുക. 4 പണിക്കാരെ പുറത്ത് വിട്ടിട്ടുണ്ട്, 2 അങ്ങോട്ടും വിട്ടിട്ടുണ്ട്. അതിലൊരാളെ വിളിച്ചിട്ടേ കുറച്ച് പലക ആ വണ്ടിയിൽ തന്നെ കയറ്റി വിട്ടുകൊടുക്ക്. എന്നിട്ട് എനിക്ക് വിളിക്കേ, വണ്ടിക്കൂലി ഞാൻ വിട്ടുകൊടുത്തോളാം. പണിയുണ്ടാവും. ഇപ്പൊ സൈറ്റിലൊക്കെ പണിക്കാർ കൂടുതലാണല്ലോ. ബംഗാളികൾ ഇപ്പൊ 4 ആള് കൂടുതൽ വന്നിട്ടേ ഇപ്പൊ 2 ആളെ ഞാൻ മടക്കി വിട്ടിട്ടാണ്. നിങ്ങൾ നാളെ ഒന്ന് വന്നു നോക്കി. ഇന്നിപ്പോ സൈറ്റിലൊക്കെ ഫുള്ളാണ്, പിന്നെ മഴയല്ലേ. 10 പണിയില്ല. നോക്കാം, നാളെ ഒന്ന് വിളിക്കുന്നു കേട്ടോ. നോക്കാം, നമുക്ക് നോക്കാം, നാളെ വിളിക്കുന്നു. ഇന്നലെ രാത്രി എന്താ മഴ അല്ലേ? അതെ, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ആരെ നിക്കണേ, നമ്മള് ഉസ്മാനല്ലത്. ഇന്ന് പണിയില്ലടാ ഉസ്മാനെ? ഇന്ന് 4 ബംഗാളികൾ കൂടുതലുണ്ട്. ഇന്ന് പണിയില്ലടാ, മഴ ആയിട്ട് പണിയില്ല. നമുക്കൊരു ചായ കുടിക്കല്ലേ? എന്തൊക്കെ കഴിക്കാൻ എന്തൊക്കെ വേണ്ട? എന്താ കഴിക്കാണ്ട്? കഴിക്കാന് നെയ്വട ഉണ്ട്, പഴംപൊരി ഉണ്ട്, മുട്ട ഉണ്ട്. എന്താ എടുക്കാം? എനിക്കൊരു ചായയും ഒരു മുട്ട റോസ്റ്റും വെക്കട്ടോ. ഓക്കെ, എനിക്കൊരു ചായ ഒരു മുട്ടി മതി. ചായ മുട്ട അല്ല? എടാ എനിക്കൊരു കട്ടൻ ചായ കൊണ്ടടാ. പൊറാട്ട കൊണ്ടടാ. എന്താ കഴിച്ചോ? വേണ്ടായിട്ടാണ്. പൊറാട്ട എടുത്തോളി. അല്ല വേണ്ടായിട്ടാണ്. കട്ടൻ ചായ കഴിച്ചോ? വേണ്ടായിട്ടാണ്. നിങ്ങൾ കഴിച്ചു? 2 മുട്ട, ചായയില് ഇവിടെ കട്ടൻ, ഇവിടെ 2 ചായ. ഇവരെ കടി കഴിച്ചടാ. കടി കഴിച്ചോ? വേണ്ടായിട്ടാണ്. വേണ്ടായിട്ടാണ്. കൂടുതലേ ആവി കാട്ടു നോക്ക്. ഭയങ്കര ചൂടല്ലേ? ചൂടാക്കണോ? ഇന്ന് എങ്ങോട്ടാ പോണ് നിങ്ങള്? ഞങ്ങള് വെറുതെ അങ്ങാടിക്കൊന്ന് ഇറങ്ങിയ. ഇവരെ പൊറാട്ട ഉണ്ട്, മുട്ട ഉണ്ട്, പിന്നെ പഴംപൊരി ഒക്കെ ഉണ്ടടാ. പഴംപൊരി കഴിച്ചോ? അല്ലടാ നിങ്ങള് കഴിച്ചോ? നിങ്ങള് കഴിച്ചു? ഇവിടെ കഴിച്ചു സ്മരെ. അല്ല നിങ്ങള് കഴിച്ചോ? എന്തെങ്കിലും എടുത്തോളി. നിങ്ങള് കഴിച്ചോ? നിങ്ങള് കഴിച്ചു? എന്താണ് നിങ്ങള് ഞങ്ങളെ ചായ അടിക്കാൻ വിളിച്ചിട്ട് നിങ്ങളൊന്നും എടുക്കണില്ലേ? എന്തെങ്കിലും എടുക്കേ. അല്ലടാ നിങ്ങള് കഴിച്ചോ? നിങ്ങള് കഴിച്ചു? ഞാൻ രാവിലെ കഴിച്ചു വന്നോ. എന്നാലും എന്തെങ്കിലും കിട്ടാൻ മതി. അല്ല നിങ്ങള് കഴിച്ചു? എവിടെ പണി എവിടെയാണ് എനിക്ക്? പണി ഇവിടെ ഇന്ന് 4 ബംഗാളികൾ കൂടുതലുണ്ടെന്ന്. അതുകൊണ്ടാ പണിയില്ല. ഒരാഴ്ചയായി പണി കിട്ടി. അത് ശരി, ഒരാഴ്ചയായി. ഒരാഴ്ച. അപ്പൊ അല്ലേ? ഇന്നലെ വന്ന് മടങ്ങിപ്പോയി. അത് ശരിയാ. പണി കുറവാണ്. ഇപ്പൊ ഞാൻ കോൺട്രാക്ടറെ വന്ന് കണ്ട് പണിയില്ലാന്ന്. പണിയില്ലാന്ന് 2 ദിവസം പിരിച്ചു വിട്ടു. ആ വെള്ള ഷർട്ട് ഇട്ട് അവന്റെ കോൺട്രാക്ടറിന് അയാള് ഇവിടെ റിപ്പണ്ണല്ലേ? ആ പണിയില്ല, നമ്മളെ സ്ഥിരം പണി തരുന്നതാണ്. അതൊരു മനുഷ്യൻ. അതെ, ആള് ഒരുപാട് സൈറ്റിൽ പണിയിലായിരുന്നു. ഇന്ന് ബംഗാളികൾ കൂടുതലുണ്ട്. ബംഗാളിയാണ് ഇപ്പൊ വന്നോണ്ട് ഭയങ്കര പണിക്കും കുറവുണ്ടല്ലേ. പിന്നെ കുറെ മലയാളികൾക്ക് പണിക്ക് പോവാൻ മടിയുമാണ് ഈ ബംഗാളികൾ വന്നോണ്ട് അല്ലേ? എന്താ നിങ്ങൾ കഴിച്ചോ? എടാ ഓണൊക്കെ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്തു. 9 ഡ്രസ് എടുക്കണടാ. നിബിദിനം ഓണൊക്കെയാണ് വരുന്നത്. അടുത്ത മാസം 25-നാണ് ഓണം. നിബിദിനൊക്കെ ഡ്രസ്സൊന്നും എത്തിയില്ല. 2 കൂടി പണി കിട്ടിയാല് പണി കിട്ടിയിട്ട് വേണം. വാടക കൊടുത്തോ? വാടകൊക്കെ കൊടുക്കും. നിങ്ങളെ പേരെന്താക്കി കൊടുത്തില്ല? പോളിസ് അല്ല ഉസ്മാനെ, പഞ്ചായത്തിൽ നിന്ന് പിന്നെ ലോൺ ഇട്ട് പറഞ്ഞിട്ടല്ലേ ഈ പേരെ വിളിച്ച്? നിങ്ങള് ലോൺ കിട്ടിയില്ല? ലോണ് ഞാൻ ലിസ്റ്റിലില്ലാന്നൊക്കെയാണ് പറയുന്നത്. ലിസ്റ്റിലില്ല. എടാ അതൊക്കെ ആദ്യം പൊളിക്കുമ്പോ നോക്കണം. എന്നിട്ടിപ്പോ ഈ വാടക പോയിരിക്കല്ലേ? തറപ്പി 2 കൊല്ലായി വാടക. 2 കൊല്ലായി.
അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഭരണം വന്നപ്പോ പൊളിച്ചാണ് വരി ഇതുവരെ ലോൺ കിട്ടിയിട്ടില്ല. ഞങ്ങളവിടെ ഉണ്ട് ഒരു താത്ത ലോൺ കിട്ടാണ്ട് നടക്കുന്നത്. വില പൊളിച്ചിട്ട് വാടക പോയിട്ട് ആർപ്പായി കിട്ടിയിട്ടുണ്ട് നിൽക്കുന്നത്. പ്രാവശ്യം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഈ പാടിയില് കുറച്ചൊന്ന് പാടിയിലല്ലേ പാടിയിലാണ് പേടിക്കേണ്ടത്. പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് വലിയ വലിയ ആൾക്കാരൊക്കെ പാടിയിൽ നിന്ന് ചരിത്രമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ മണിയില്ലേ ഏത് കലാപം മണി പാടിയില താമസിച്ചിരുന്നപ്പോ മരിക്കണത്. അത് ആ പാടിയല്ലടാ, അത് ഓന്റെ പിന്നെ ഫ്ലാറ്റിന് പാടിന്ന് പേരിട്ടാ. അത് ശരി. ഒന്ന് വേഗം കഴിയൊക്കെ ഒന്ന് മാറിക്ക്. എന്താ ചെയ്യപ്പോ വിളിച്ചും ചെയ്ത് കൈവാണി മറ്റു പരസ്യമില്ല. ദൈവമേ എന്റെ മകനെ കളവില്ല. ഇക്ക എത്ര പൈസ നമ്മളത്? പൈസ ഞാൻ കൊടുത്തോളൂ. ഞാൻ കൊടുക്കാം. എന്റെ ചില്ലറുണ്ട്, ഞാൻ കൊടുത്തോളാം. ഇല്ല, എന്റെ 500 എന്നാ ഒരു പൈസ കൊടുക്കാ. എന്നാ പോയിട്ട് വരാം. ആ എന്നാ ശരി കേട്ടോ. ശരി ഓക്കെ. ഇത്ര നല്ല മനസ്സുള്ള ആളുകളുണ്ടല്ലോ. അല്ല സലാമേ, ഒന്നും ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. അല്ല സലാമേ, ഓനല്ലേ നമ്മളെ ചായ അടിക്കാൻ വേണ്ടി വിളിച്ചത്, പിന്നെ എനിക്ക് എന്തിനാ പൈസ കൊടുത്ത്? ഓന്റെ കാര്യം എനിക്കറിയില്ലേ, വളരെ ബുദ്ധിമുട്ടിലാണ്. വീടാണെങ്കിൽ പൊളിച്ചിട്ടിട്ട് ഒരു ഷെഡിലാണ് നിൽക്കുന്നത്. പണിയാണെങ്കിൽ ഇല്ല. ആകെ ബുദ്ധിമുട്ടാണ് അവന്റെ കാര്യം. 10 പൈസ ഓന്റെ കയ്യിൽ എടുക്കാനില്ല. ഓന്റെ അവസ്ഥ ഒക്കെ നമുക്ക് അറിയാം. ഞാൻ ആദ്യം കാണുന്ന ടൈമിലെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായതാ. ഒരു സമയത്ത് അങ്ങനെ നല്ല വലിച്ചു നടന്ന ആൾ തന്നെയാണ്, സന്തോഷരിയാണ്. അതൊന്നും നോക്കണ്ട. ഓന് ചായ കുടിക്കാൻ നമ്മള് വിളിച്ചില്ലേ, ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനാണ് ഞാൻ പൈസ കൊടുത്തത്. നമ്മള് പോവല്ലേ? എന്നാ വാ. അതാണ് നമ്മൾ ഉസ്മാൻ.